ഒന്നുകൂടെ ഇനി മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ വാക്യം വായിച്ച്. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. 1-2 പ്രവാചകന്മാരെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്. 40 ദിവസം ഉപവസിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തോ സംഭവിച്ചു. ഏലിയാവിൻ്റെ 1 രാജാക്കന്മാർ അതിൻ്റെ 19-8 വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചേ. 1 രാജാവ് 19-8. നോക്കൂ, ഒരു ഇസബേലിനെ കണ്ട് പേടിച്ച് താനൊരു ചൂരത്തടിയുടെ ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ ദൂതം വന്ന് തട്ടി ഉണർത്തി അവന് ഭക്ഷണം കൊടുക്കുകയാണ്. വീണ്ടും അവൻ കിടന്നു. വീണ്ടും അവനെ തട്ടി ഉണർത്തി അവൻ ഭക്ഷണം കൊടുത്തിട്ട് പറയുകയാണ്, നീ ദൂരയാത്ര പോകും. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ആ ബലത്തിൽ 40 ദിവസം എന്ത് ചെയ്തു? 40 ദിവസം നടന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഉപവാസം കഴിഞ്ഞിട്ടാണ്, ഈ 40 ദിവസത്തെ തൻ്റെ ആ ഉപവാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഏലിയാവിന് ദൗത്യങ്ങൾ കൊടുക്കുന്നത്. നീ എലിശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം, യേഹൂവിന് അഭിഷേകം ചെയ്യണം, വേറെ ഒരു രാജാവിന് അഭിഷേകം ചെയ്യണം. അപ്പോൾ ഉപവാസം കഴിയുമ്പോൾ നാം ഈ പരീക്ഷയിൽ ജയിച്ചാൽ നമ്മുടെ മേൽ വലിയ ദൗത്യം ദൈവം തരും, കൃപ തരും. അപ്പം പരീക്ഷയിൽ തോറ്റാൽ ദൈവത്തിന് നമ്മെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ നാം പരീക്ഷയിൽ ജയിക്കുന്നവരായി. മോശം 40 ദിവസം ഉപവസിച്ചില്ലേ? അതും കൂടെ ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 34-8 വായിച്ചേ. 28, 34 പുറപ്പാട് 34-28 വായിച്ചേ. ഓക്കെ, ഈ 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ നിയമത്തിൻ്റെ കൽപ്പനയായ ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് ദൈവം വീണ്ടും എഴുതി കൊടുക്കുകയാണ് നിയമത്തിൻ്റെ കൽപ്പന. മനസ്സിലായിക്കോണം. അപ്പം ഇവിടെ മോശ 40 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം കൽപ്പന എഴുതി കൊടുക്കുകയാണ്. ഏലിയാവിന് എന്തു ചെയ്തു? അനേകരെ തനിക്ക് പകരം അടുത്ത പ്രവാചകനെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനുള്ള അള്ളപ്പാടെ യഹോവ ദർശനം കൊടുത്തിരിക്കുകയാണ്. ഇവിടെ യേശു ഇനി ഉപവാസം കഴിയുമ്പോൾ ഈ 40 ദിവസം യേശു ഉപവാസം കഴിഞ്ഞിട്ടാണ് താൻ ദൗത്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞിട്ട് സമയം ഒരുപാടുണ്ടല്ലോ, അങ്ങോട്ട് പോകാം. അപ്പോൾ മനസ്സിലായിക്കൊള്ളും. അപ്പോൾ ഒന്ന്, യാക്കോബിൻ്റെ പുസ്തകം, യാക്കോബിൻ്റെ ലേഖനം 1:12 ഒന്ന് വായിച്ചേ. പരീക്ഷ ഓക്കെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? അപ്പോൾ പരീക്ഷ സഹിച്ച വലിയൊരു അനുഗ്രഹം കുഞ്ഞിന്റെ മേലിരിക്കുകയാണ്. പരീക്ഷയിൽ ജയിച്ചാലേ അനുഗ്രഹമുള്ളൂ. വലിയൊരു അനുഗ്രഹം ഇരിപ്പുണ്ട്. അതുകൊണ്ട് പരീക്ഷയിൽ ജയിക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനെ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം ലഭിക്കും. അപ്പോൾ ഇവിടെ അനുഗ്രഹമാണ്.
സ്വർഗത്തിലെ കിരീടം തരാമെന്ന. എന്ത് ജയിച്ചാൽ? പരീക്ഷ ജയിച്ചാൽ. നാം പരീക്ഷയിൽ ജയിക്കണം. ഇപ്പം സ്കൂളിൽ പരീക്ഷയിൽ ജയിക്കാതെ 10 +1 പോകുമോ? ഇപ്പം ഓൾ പാസ്സാണ്, അത് വേറെ ഒന്ന്. അപ്പം നമ്മൾ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ചാലേ ജയിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുപോലെ അപ്പം നാം പരീക്ഷകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അതിനെല്ലാം ജയിച്ചാൽ നമുക്കൊരു ഉന്നത പദവി ദൈവം വച്ചിട്ടുണ്ട്. പറഞ്ഞേട്ട കുഞ്ഞെ, എന്ത് വച്ചിട്ടുണ്ട്? ഉന്നത പദവി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പരീക്ഷയിൽ ജയിക്കണം. അപ്പം ജീവിതത്തിൽ എന്ത് വരും? പരീക്ഷകൾ വരും. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരുടെ തലമുറയോട് ആര് പോരാടിക്കൊണ്ടിരിക്കും? എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വേല നടക്കുവാൻ പാടില്ല. ഏത് രീതിയിലും തകർക്കണം. ഇതാരുടെ പരിപാടിയാണ്? പിശാചിൻ്റെ പരിപാടി. അപ്പം ബലഹീനരായ എന്ത് ചെയ്യും? പിടിച്ചോളും. അപ്പം അവിടെ നാം തോറ്റാൽ നാം പോയി അവിടെ നിന്ന് നാം ജയിക്കണം. അപ്പം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? നാം ജയിക്കാനാണ്. അപ്പം 1:12 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചേ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യപദവിയിലെത്തണ്ടേ? ഭാഗ്യപദവിയിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പരീക്ഷ സഹിക്കണം. പരീക്ഷനെ അതിജീവിക്കണം. പ്രലോഭനങ്ങളിൽ അതിജീവിക്കണം. പ്രലോഭനങ്ങളിൽ വീണുപോകുന്നവരായിട്ടില്ല, അതിനെ അതിജീവിക്കണം. അപ്പം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞാൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ജീവകിരീടം ലഭിക്കും. ജീവകിരീടം വേണ്ടേ? ജീവകിരീടം വേണ്ടേ? ആ കിരീടം പ്രാപിക്കണം. സ്വർഗത്തിലെ കിരീടം പ്രാപിക്കുന്നവരായി തീരണം നാം. ഒരു 1-2 കിരീടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വരാം. ഒന്ന്, അടുത്ത കിരീടം 2 തീമോഥെയോസ് 4:8 വായിച്ചേ.